മറയൂർ കാന്തല്ലൂർ മേഖലകളിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ മുരുകൻമലയിലേക്കുള്ള ജീപ്പ് സവാരി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം ഇവിടെ ജീപ്പ് അപകടത്തിൽ യുവാവ് മരിച്ചിരുന്നു. പാറയുടെ മുകളിലൂടെയുള്ള സാഹസിക യാത്ര അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് കാട്ടിയാണ് അധികൃതരുടെ നടപടി. മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിൻവശത്തായി സ്ഥിതി ചെയ്യുന്ന മുരുകൻമലയിൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ജീപ്പ് സവാരി ഉള്ളതാണ്. എന്നാൽ ഈ മലയിൽ വച്ച അപകടം സംഭവിച്ചാൽ 100 അടി താഴ്ചയിലേക്ക് വീഴാൻ വരെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മറയൂർ കാന്തല്ലൂർ റോഡിൽ കോളനി ഭാഗത്താണ് രാത്രിയുണ്ടായ അപകടത്തിൽ മേലാട് സ്വദേശി നന്ദു മരിച്ചത്. ജീപ്പ് മറിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച നന്ദുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ വീണ്ടും ജീപ്പ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് കർശന നടപടി സ്വീകരിച്ച ജീപ്പ് സവാരിക്ക് നിരോധനം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാവിലെ മറയൂർ പോലീസ് സ്റ്റേഷൻ സമീപം മുരുകൻമലയിൽ കയറുന്ന വഴി നിരോധന ബോർഡ് സ്ഥാപിച്ചു. മുരുകൻമലയിലേക്കുള്ള ജീപ്പ് സഫാരി നിർത്തലാക്കിയത് ജീപ്പ് ഡ്രൈവർമാർക്ക് വൻ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഇതിനെതിരെ പരാതിയുമായി ഡ്രൈവർമാരും രംഗത്തെത്തി. പ്രദേശത്ത് സവാരി നടത്തുന്ന 400 ജീപ്പുകളാണ്. സവാരിയിൽ നിന്നുള്ള വരുമാനം മാത്രം അടിസ്ഥാനമാക്കിയാണ് ഡ്രൈവർമാരുടെ കുടുംബവും കഴിയുന്നത്. 3 വർഷം മുമ്പ് 100-ൽ താഴെ ജീപ്പുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കോവിഡിന് ശേഷം സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ ജീപ്പുകൾ ഇറങ്ങി. യുവാക്കൾ ജീപ്പുകൾ വാങ്ങുകയും ഡ്രൈവർമാരാകുകയും ഇതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുകയുമായിരുന്നു. ചില ഡ്രൈവർമാരുടെ അപകടകരമായ ഡ്രൈവിംഗാണ് വിനയായത്. സുരക്ഷാ സംവിധാനമൊരുക്കി ജീപ്പ് സഫാരി പുനരാരംഭിക്കണമെന്നാണ് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത്. സവാരി നിരോധിച്ചതറിയാതെ എത്തിയ വിനോദസഞ്ചാരികൾ കഴിഞ്ഞ ദിവസം മുരുകൻമല നടന്നു കയറി. പോലീസ് സ്റ്റേഷന് സമീപത്തെ ബോർഡ് കണ്ടപ്പോൾ മാത്രമാണ് ഇവർ നിരോധനത്തെപ്പറ്റി അറിഞ്ഞത്. നടന്നു മുകളിലെത്തിയെങ്കിലും ജീപ്പിൽ കയറുന്നതാണ് നല്ലതെന്ന് സഞ്ചാരികൾ പ്രതികരിച്ചു. என்னன்னா இந்த மெயினாக காந்தலூர் வர்றது பார்த்தீங்கன்னா இந்த ட்ரிப்பு கோர்ஸ் தான் வருது, இந்த ஜீப் சவாரி கோர்ஸ் தான் வருது. இந்த த்ரில்லிங்காக தான் வரும். ஆனால் அது இல்லைங்கும் போது எங்களுக்கு ஒன்றுமே இல்லை, வேறு இன்னும் எதுவுமே இல்லைங்க. திருப்பி வந்து ரீஓப்பன் பண்ணால் பரவாயில்லைங்க. நல்லா எக்ஸைட்டிங்காக வந்தோம். நல்லா இதுதான் பார்த்தீங்கன்னா யூடியூப்லாம் பார்த்தோம், இதெல்லாம் பார்த்து இப்போ நல்லா நிறைய பேர் சொன்னது கேட்டு வந்துருக்குறோம். ஆனால் வந்து பார்த்தீங்கன்னா இது இல்லாதனால எங்களுக்கு வந்து ஒரு இதே இல்லை, இந்த ட்ரிப்போட இதே எங்களுக்கு இல்லை. ட்ரிப்போட ஒரு சாட்டிஸ்ஃபேக்ஷன் இல்லாமல் போகுது. இது திடீர்னு அடைச்சிட்டாங்க. மழை இருந்தால் கூட பரவாயில்ல, மழை இல்லை, ஓப்பன் பண்ணலாம். இதுக்கோசம் பார்த்தீங்கன்னா 300 கிலோமீட்டர் தாண்டி வந்துருக்காங்க, ஊரில் வந்திருக்கோம். இந்த ட்ரிப்பு கோர்ஸ் தான் എൻജോയ് பண்ண വന്നോ, அதெல்லாம் இல்லை. ജീപ്പ് സവാരി പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമൻ തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മറയൂർ.